നീ മുറ്റം അടിച്ചോ? ഇല്ലമ്മേ അടിച്ചില്ലേ. അപ്പൊ നല്ല മഴയല്ലേ, ഇതൊന്ന് കഴിയാൻ. നീ അടിച്ചു വരെ കഴിയുമ്പോഴേക്കും മഴ നിൽക്കുവോ? രാവിലെ നേരത്തെ നിനക്ക് മുറ്റം അടിച്ചൂടെ? നിന്റെ എല്ലാം കണ്ട് മുറ്റം അടിക്കാൻ പോകുമ്പോഴേക്കും കുഞ്ഞടിക്കും. പിന്നെ അതിന്റെ പെരുമാറും ഉണ്ടാതിരിക്കാലോ അല്ലേ? അമ്മ രാവിലെ നേരത്തെ അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. മുറ്റം അടിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങാനും കുഞ്ഞടിച്ച് വന്നാൽ അത് മുടങ്ങില്ലേ. അതുകൊണ്ട് അവിടുത്തെ പണിയൊക്കെ തീർന്നിട്ട് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നു. ഇനിയിപ്പോ മുറ്റം അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം ചെയ്താലും പോരെ. ഞാനിപ്പോ പറയുമ്പോ നിനക്ക് ദേഷ്യമൊക്കെ തോന്നിയായിരിക്കും. ഇത് കുഞ്ഞുള്ള വീടല്ലേ, ചിട്ടയായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ വീടിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഒരു 5 മണിക്ക് എണീറ്റ് മുറ്റം അടിക്കേ, എന്നിട്ട് കുളിച്ചിട്ട് വന്ന് അടുക്കളയിൽ കയറി വേറെ പണിയൊക്കെ ചെയ്യേ. ഇത് പിന്നെ 8 മണിക്കും 10 മണിക്കും മുറ്റം അടിക്കാൻ പോയി ആ വീട്ടിൽ എന്ത് ഐശ്വര്യം ഉണ്ടാവുക? അമ്മ 5 മണിക്കൊന്നും എഴുന്നേറ്റ് വരാനാകില്ല. വാവാന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പില്ലാത്ത കുട്ടിയാണ്. അവള് ഉറങ്ങണല്ലോ 5 മണിക്ക്. പിന്നെ ഞാൻ എങ്ങനെ അത്രയും നേരത്തെ എനിക്ക് നമ്മുടെ പണിയൊക്കെ എടുക്കാം. അമ്മ എഴുന്നേക്കും ആ സമയത്ത്. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയല്ലേ. ഇതൊക്കെ സ്ഥിരം പറയുന്ന ഒരു പറച്ചിൽ മാത്രമാ. കുട്ടികളല്ലേ, അവർ രാവിലെ രാത്രി കടത്ത് നേരം വെളുക്കുന്നവർ ഉറങ്ങും നമ്മളെ പോലെ? ഇല്ലല്ലോ. അപ്പൊ കടത്തി അവർ ഇറക്കി കാണിക്കും, പിന്നെ ഉറങ്ങും, അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഞാനൊക്കെ എങ്ങനെ അറിയോ? ഇവനൊന്നും തീരെ ഉറപ്പില്ലാത്ത കുട്ടിയാ. എന്നിട്ട് 4:30 എണിക്കും. 4:30 എണിച്ച് ചുറ്റും ലൈറ്റിട്ട് മുറ്റമൊക്കെ അടിച്ച് വാരി അതിന്റെ അമ്മായിയമ്മയ്ക്ക് അടക്കം കുളിക്കാൻ ചുടുവെള്ളം വെച്ച് കൊടുക്കും. ഞാനും കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത്. ഒരു കൈ കൊണ്ട് കുട്ടിനെടുക്കും, ഒരു കൈ കൊണ്ട് അടുക്കള പണിയെടുക്കും. അപ്പൊ നിങ്ങൾക്ക് അത്ര കഷ്ടമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ഞാനും സഹായിക്കുന്നില്ലേ? പിന്നെന്താ? നാളെ മുതൽ തൊട്ടേ ചിട്ടയൊക്കെ മാറ്റിയിട്ട് നേരത്തെ മുറ്റം അടിക്കാൻ നോക്ക്. കൊടയെടുത്ത് ഞാൻ മുറ്റം അടിച്ച് വരാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇല എത്രയാ മുറ്റത്ത് വീണ് കിടക്കുന്നത്. അങ്ങനെ ഇടാൻ പറ്റുമോ വൈകുന്നേരം വരെ? അതെ അനു, കുഞ്ഞ് ബെഡ്റൂമിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ? ആ അമ്മ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തുടച്ചതാ. എന്നാ മണം പോയിട്ടില്ല കേട്ടോ. നീ ഡെറ്റോൾ ഇട്ടതാ? ആ അമ്മേ, ഞാൻ ഡെറ്റോൾ ഇട്ട് നന്നായി തുടച്ചതാ. എന്നാലൊരു കാര്യം ചെയ്യും, നീ ഒന്നുകൂടി തുടച്ചോ. കുറച്ച് ചൂട് വെള്ളം അങ്ങ് എടുത്തോ, വീട് മൊത്തം അങ്ങ് തുടക്കി. അതാ നല്ലത്. നിങ്ങളുടെ ബെഡ്റൂമിൽ ഞാൻ വെറുതെ ഒന്ന് കയറി ചെയ്താ. അല്ല, ബെഡ്ഷീറ്റുകളൊക്കെ എവിടെ ഇട്ട്? ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട്, അലക്കാം. അയ്യോ, മെഷീനിലിടണ്ട. മെഷീനിലിട്ട് തുണി മുഴുവൻ അങ്ങ് എടുക്ക്. അത് കല്ലിൽ കൊണ്ടുപോയി അലക്കും മോളെ. ഇത് വേണമെങ്കിൽ കുട പിടിച്ചിട്ട് അലക്കിക്കോ. എന്താ പറയാ, എല്ലാ തുണികളും കൂടി അങ്ങ് മെഷീനിലിട്ടാലേ മൂത്രം ഒഴിച്ചത് നല്ലതൊക്കെ കൂടി ഇട്ടാ എല്ലാം കൂടി മണം വരും. അവളോട് നമുക്ക് കല്ലിലിറക്കാൻ പറഞ്ഞു. അവളുടെ ബാക്ക് പെയിൻ മാറിയിട്ടില്ലല്ലോ. എടാ മോനെ, ഇതൊക്കെ സാധാരണയാണ്. ഇപ്പൊ എനിക്കില്ലേ നടുവേദന, ഇവിടെ ഞാൻ കിടക്കുക, എന്തെല്ലാം പണിയെടുക്കുന്നത്. അതൊക്കെ എണിച്ചങ്ങ് ദേഹം അല്ലെങ്കിൽ പണിയെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറും. അല്ലാണ്ട് വെറുതെ സപ്പോർട്ട് ചെയ്യല്ല. അതൊക്കെ സർവ്വസാധാരണ ഉള്ളതാണ്. അതിന് വെറുതെ നടുവേന അവരെ കിടക്കുകയല്ലേ വേണ്ടത്. നീ ഇതുവരെ റെഡി ആയില്ല. എല്ലാരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നീ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാലോ? നമുക്ക് പോണ്ടേ? എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനായിട്ട് വയ്യ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെയാണ് ഇത്ര ദിവസം അമ്മ ഉണ്ടായിരുന്ന എല്ലാ കാര്യത്തിനും. കുഞ്ഞാണെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങുമില്ല. ഞാനിപ്പോൾ വന്നിട്ട് ഇനി എങ്ങനെ മാനേജ് ചെയ്യാനാണ്? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനാണ് രാവിലെ എഴുതി ഓഫീസിൽ പോകും. എനിക്ക് പേടിയാവും. ആഹാ, ഇതൊക്കെ ഓർത്തിട്ട് നീ ഇവിടെ ടെൻഷൻ അടിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വീട്ടിൽ നീ എത്ര കാലം താമസിക്കും വിചാരിച്ചിട്ടാ? എല്ലാവർക്കും ഇങ്ങനൊക്കെ തന്നെയാണ്. പിന്നെ എന്തായാലും ആ വീട്ടിലേക്ക് പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിൽക്കുന്നതിന് എന്ത് കാര്യമുള്ളൂ? നീ പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്. ചക്കരക്കുട്ടി ഉറങ്ങിട്ടോ, ചക്കരക്കുട്ടി ഉറങ്ങിട്ടോ. വാവേ, കുഞ്ഞാവേ. ഓ, കുഞ്ഞുറങ്ങിയമ്മേ? ആ, ഉറങ്ങിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഉറങ്ങിയ ഭാഗ്യം. ഇത്രയും നേരം എടുത്തുകൊണ്ട് നടന്നതാ. എന്നാ പിന്നെ കുഞ്ഞിനെ താമേ, ഞാൻ കൊണ്ടേ കിടത്താം. അമ്മ വേറെ എന്തെങ്കിലും പണിയെടുത്തോ? വേണ്ട മോനെ, ഞാൻ കൊണ്ട് കിടത്താം. കൈമാറിയാലേ പെട്ടെന്ന് എണിക്കും. ഞാൻ അനങ്ങാണ്ട് കൊണ്ട് കിടത്തി നോക്കട്ടെ. ഞാൻ ഒരുപാട് വൈകില്ലേട്ടാ. കുഞ്ഞെവിടെ, ഉറങ്ങിയോ? ആ, നീ എത്തിയോ? കുഞ്ഞിത് ഇപ്പൊ ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും നേരം അമ്മ എടുത്തോണ്ട് നടക്കായിരുന്നു. അയ്യോ, ഇത്ര നേരം അമ്മ എടുത്തോണ്ട് നടക്കായിരുന്നോ? എന്ത് പണിയാ കാണിച്ചേ? ഞാൻ പറഞ്ഞല്ലേ അമ്മനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. ഏട്ടൻ എടുത്തുകൂടായിരുന്നോ? അതിന് അമ്മ കയ്യിലേക്കൊന്ന് കുഞ്ഞിനെ തരണ്ടേ? എത്ര പ്രാവശ്യം ചോദിക്കുക. അങ്ങനെ ഇവിടെ നല്ല തിരക്ക്. ഇവിടുന്ന് 2-3 അമ്മമാരുണ്ടല്ലോ. അവരാണ് വേഗം ഇതാക്കുന്നില്ല. ഞാൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞ് കരയുന്നുണ്ടാവുന്നൊക്കെ. എങ്ങനെ മഴയുമല്ലേ ഒന്നാമത്. അത് സാറിലടോ, ഒരു സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ വിചാരിച്ച പോലെ വരാൻ പറ്റുമോ? അതൊക്കെ ശരിയാണ്. നമ്മൾ നല്ല മഴയല്ലേ. പിന്നെ അംഗനവാടി ആണെങ്കിൽ വലിയൊരു തിണ്ടിന്റെ താഴെയും ചുറ്റു കാട് പിടിച്ച് കിടക്കുന്നു. എനിക്കറിയില്ല കുട്ടികളൊക്കെ എങ്ങനെ അതിന്റെ അകത്ത് ഇരിക്കാന്ന്.
പിന്നെ സ്റ്റെപ്പ് ആണെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടോ? മഴ പെയ്തിട്ടേ ഒക്കെ മണ്ണിന്റെ അല്ലേ, അതാണ് ഇടിഞ്ഞിടിഞ്ഞ് പോവുകയും ചെയ്യും. അമ്മ എന്ത് വിചാരിക്കുന്ന ആലോചിച്ചിട്ട് ഇത്ര നേരം വൈകിട്ട്. ഇത് പതുക്കെ സംസാരിക്കും, ഇപ്പൊ കുഞ്ഞെണിക്കും. അമ്മ കുഞ്ഞിനെ കൊണ്ട് കഷ്ടപ്പെട്ടോ? ഞാൻ പെട്ടെന്ന് തിരിച്ചുവരാന്ന് പറഞ്ഞിട്ട് പോയതാ. നോക്കുമ്പോ അവിടെ 3-4 പേര് വേറെ ഉണ്ടായിരുന്നു. ഞാനാണ് എത്തിയത് ലാസ്റ്റ് ആയി. പിന്നെ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എന്റെ ചെയ്തന്നെ. അതിനെന്താ മോളെ, നീ പോകുമ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു കുറച്ച് വൈകുന്നുള്ളത്. ഞാനിപ്പോ എന്താ അറിയാ വിചാരിച്ചത്, നീ കുറെ മാസമായില്ലേ മോളെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ നിന്നെ പോലെ പിള്ളേരെ കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചാലേ നിന്റെ മൈൻഡും ഒന്ന് ക്ലിയർ ആയി കിട്ടും. മഴയൊക്കെ പോയിട്ടൊക്കെ പതുക്കെ വന്നാ പോരെ, എന്തിനാ ധൃതി പിടിച്ച് ഓടി വന്ന്? ഞാൻ നോക്കില്ലേ കുഞ്ഞിനെ. എനിക്ക് അവിടെ നിന്നിട്ട് ഒട്ടും സമാധാനം ഇല്ലായിരുന്നു. കുഞ്ഞു കരയൊന്ന് മേടിച്ചിട്ട്. കുട്ടികളായാലേ കുറച്ച് കാര്യമൊക്കെ ചെയ്യുമ്പോളെ എന്ന് പറഞ്ഞ് എനിക്ക് എവിടെയും പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ കുപ്പിയിൽ പാലാക്കി തന്നില്ലേ, അതൊക്കെ ഞങ്ങൾ കൊടുത്തു. നീ ഇപ്പൊ നല്ലോണം ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോളെ, എന്നാലേ കുഞ്ഞിന് പാലുണ്ടാവുള്ളൂ. ടെൻഷനൊക്കെ കുറഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും കഴിക്കാൻ നോക്കും. എന്താ മോളെ ഉറങ്ങുന്ന? രാത്രി ഉറങ്ങിയില്ലേ അല്ലേ? ഇല്ലമ്മേ, ഇന്നലെ രാത്രി ഞാൻ ഒരു ഫോളെ കണ്ണടച്ചിട്ടില്ല. വാക്സിൻ എടുത്തല്ലായിരുന്നു. അപ്പൊ നല്ല പനി രാത്രിയായപ്പോ. ഞാൻ കുഞ്ഞാണെങ്കിൽ കരച്ചിലും അമ്മയും അമ്മായും ഒക്കെ ഉണ്ടായിരുന്നു. അവര് കുറെ നേരം എടുത്തു നടന്നു. അവളിന്ന് രാവിലെ ഒന്ന് ഉറങ്ങി. ഒരു 5 മണിയാകുമ്പോ, ഒരു 2 മണിക്കും അതന്നെ. എന്തായാലും വാക്സിൻ എടുത്ത് 2-3 ദിവസം പനി ഉണ്ടാവും. ഇപ്പൊ 2 ദിവസം കൂടി പനിക്കും കുഞ്ഞിന്. അപ്പൊ അത് പറഞ്ഞിട്ട് എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ വീട്ടിൽ എന്ത് ചെയ്യണു? എല്ലാവരും സുഖമായിരിക്കുന്നു? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കണോ അമ്മേ? ഞാൻ കുറച്ച് ദിവസം പോയി നിന്നപ്പോഴേ എല്ലാവർക്കും നല്ല സന്തോഷമായി. ഇന്ന് വന്നപ്പോ ഒരു വിഷമം. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? ഇനി ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണോ അമ്മേ? ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. അടിച്ചു വാരലും തുടക്കലൊക്കെ ഞാൻ രാവിലെ ചെയ്തതാ. ഇനിയിപ്പോ തുടക്കൊന്നും വേണ്ട. അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചത്. അത് ഞാൻ തുണിയൊക്കെ നനക്കട്ടെ അമ്മേ, കുഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പ്. തുണി അങ്ങ് മെഷീനിലിട്ടാ പോരെ? അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം, മഴയങ്ങ് പോയിക്കോട്ടെ. ലേശം വെയിലും വേണേ. പിന്നെ അതല്ല ഞാൻ ചോദിച്ചത്, നിന്റെ അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചത്. അത് അമ്മ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറും കറി ഉണ്ടാക്കട്ടായിരുന്നു. ക്ഷീണം തോന്നിയപ്പോ വന്നിരുന്നതേ ഉള്ളൂ. ഈ അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന തൊഴിലല്ലേ മോളെ? അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ കുഞ്ഞു കുറച്ച് വലുതായില്ലേ, എനിക്ക് ജോലിക്കൊന്നും പോകണ്ടേ? ജോലിക്ക് എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞ് അധികം ഒന്നും വലുതായിട്ടില്ലല്ലോ അമ്മേ. 8 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പോയാൽ തന്നെ ആരപ്പോ നോക്കാനല്ലേ? കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ഞാനും അച്ഛനൊക്കെ ഇല്ലേ? ഇനി അതിന്റെ പേര് ജോലിയും കളഞ്ഞിരിക്കണം മോളെ. നീ ജോലിക്ക് വെക്കോ? അഥവാ 2 ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കണം പറഞ്ഞാൽ അവിടെയും കുഞ്ഞിനെ നോക്കാൻ ആളുണ്ട്. നിന്റെ അമ്മായും അമ്മയൊക്കെ ഇല്ലേ? പിന്നെ നീ എന്തിനാ ജോലിയും കളഞ്ഞിരിക്കുന്നത്? അമ്മ നോക്കൂ കുഞ്ഞിനെ. അമ്മ കുറച്ച് ദിവസം നോക്കുന്ന പോലെ ഒന്നും അല്ല. ഇതിപ്പോ ഞാൻ ജോലിക്ക് പോയാലേ 3-4 മാസം ഇങ്ങനെ ലീവ് എടുത്ത് നിൽക്കാൻ പറ്റുമെന്നില്ലല്ലോ. രാവിലെ പോയാൽ വൈകുന്നേരം എത്തും. അപ്പൊ അതുവരെ അമ്മയ്ക്ക് പറ്റുമോ അതൊക്കെ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ജോലിക്ക് കൊണ്ട് വീട്ടിലിരിക്കലേ ഉണ്ടാവുള്ളൂ. 3 മാസം ആകുമ്പോൾ കുഞ്ഞുങ്ങളിട്ട് ജോലിക്ക് പോകാം അമ്മമാരൊക്കെ. എല്ലാവർക്കും ജോലി ലോങ് ലീവ് കിട്ടുവോ? ഇപ്പൊ കുഞ്ഞിന് 8 മാസമായില്ലേ, കുഞ്ഞിന് ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് ജോലിക്ക് വയ്ക്കോ. അത് അമ്മ ഞാനില്ലാണ്ട് കുഞ്ഞ് നിക്കോ? കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങ് ശീലിച്ചു പോയിക്കോളും. ഇതും പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോകാതിരുന്നാലേ പിന്നെ ഒരു 2 വയസ്സ് 2.5 വയസ്സാകുമ്പോ LKG ചേർത്തും. 3 വയസ്സാകുമ്പോ പിന്നെ വിളിക്കാൻ പോകാനും കൊണ്ടുവരണം, അത് കഴിഞ്ഞു. പിന്നെ 5 വയസ്സാകുമ്പോ സ്കൂളിൽ ചേർത്തും. അപ്പോഴും പോകാനും വരാനും കൊണ്ടാക്കാനും ചോറാക്കാനും കറിയാക്കാനും അതായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പോയി തുടങ്ങിക്കോ. പിന്നെ പിള്ളേരുടെ പാട്ട് വളരുകയും ചെയ്യാം. നമ്മൾ ജീവിതകാലം മുഴുവനും അടുക്കള പണിയും ചെയ്തിട്ടേ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി കൂടി ഇരിക്കേണ്ടി വരും. 1 രൂപയ്ക്ക് വിലയുണ്ടാവില്ല ആർക്കും. ഇവർ രണ്ടാളും ചെറുതായ സമയത്തേ എനിക്കും ഉണ്ടായിരുന്നു ജോലിക്ക് പോകാൻ ഒരുപാട് ആഗ്രഹം. എങ്ങനെ പോകാൻ പറ്റാനാ? ഒരു സമയത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ, രാവിലെ കുളിപ്പിക്കണ്ടേ, അതോ ഓടി നടക്കാനാകുമ്പോ എവിടെയും വീഴുവോ, പനി വരുവോ, എന്താകും ഞാൻ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് 100 ടെൻഷനായിരുന്നു. എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. ഇപ്പൊ ഇവര് രണ്ടാളും വളർന്ന്, രണ്ടാൾക്കും കല്യാണം കഴിഞ്ഞ് അവരവരുടെ പാടായി. ഇപ്പൊ ഞാൻ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴേ ഒരു ദിവസം പോലെ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല മോളെ. എല്ലാം പിള്ളേര് പറഞ്ഞ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ വേണ്ടാണ്ട് വെച്ചു. ഇപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും
ഞങ്ങൾ പറഞ്ഞു അമ്മയുടെ ജോലിക്ക് പോകണ്ടെന്ന്, ഞങ്ങൾ നോക്കി ഇരിക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ അവര് പറയുന്നത്. എന്റെ അവസ്ഥ എനിക്ക് വരാതിരിക്കാൻ വേണ്ടി പറയാ, ജോലി കളയല്ലേ മോളെ. അമ്മ ഇപ്പൊ ഞാൻ ജോലിക്ക് പോകാണ്ടായിട്ട് 1 വർഷമായി. പെട്ടെന്ന് എനിക്ക് ഇപ്പൊ 1 വർഷമല്ലേ പോയിട്ടുള്ളൂ. ജീവിതകാലം മുഴുവൻ ജോലിയില്ലാണ്ടിരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴാണെങ്കിലോ കുട്ടീനെ നോക്കാൻ ഞങ്ങളുണ്ട്. അഥവാ നിനക്ക് നിന്റെ വീട്ടിൽ പോയി 2-3 ദിവസം നിൽക്കണമെങ്കിൽ അതും ചെയ്യാലോ, അവിടെ ആളുണ്ടല്ലോ കുഞ്ഞിനെ നോക്കാൻ. നീ ഒറ്റയ്ക്കല്ലേ മോളെ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. അവിടെ കളിക്കുന്നതൊക്കെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന, ഇതെല്ലാം എടുത്ത് ഓരോന്നോർന്ന് എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞു. ഇതിന്റെ ബീരൊക്കെ അവിടെ കിടക്കുന്നു. ഇതിന്റെ ഏതിന്റെ ഒന്നാവാം, ഇതിന്റെ ഒന്ന് അതിനെ അങ്ങ് എടുത്തു വെക്കട്ടെ. അതൊന്നും എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ലമ്മേ. ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലേ അതെടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഇടും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതെന്താ ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. എണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കളിക്കാൻ കൊടുക്കാം. ഇത് കേട് വെച്ച് കഴിഞ്ഞ ശേഷം വേറെ എടുത്തു കൊടുത്താൽ മതി. ചായ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ മോനെ. അവിടെ വരുമ്പോഴേക്കേ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് ഉണ്ടാക്കട്ടെ. ഏട്ടൻ നേരത്തെ എത്തി. ആ, നീ എത്തിയോ? ഞാൻ എന്റെ സമയത്തിന് തന്നെ വന്നേ. നീയല്ലേ വൈകിയത്? ആ മോള് എത്തിയില്ലേ? വൈകിയപ്പോഴേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ വന്നിട്ട് പോവുക. എന്നാലും എനിക്ക് 1 ഗ്ലാസ് ചായ എടുത്തു തരാം. ചായ ഒക്കെ എടുക്കാമേ. അമ്മ ഇങ്ങോട്ടേക്ക് വാ, കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാ വൈകിയേ. എന്താ ഇപ്പൊ വാങ്ങിയത്? അമ്മയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിയതാ അമ്മേ. ഒന്ന് ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ. കുഞ്ഞിനെ ഞാൻ എടുക്കട്ടെ? വേണ്ട വേണ്ട, നീ ഇപ്പൊ എത്തിയല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഉറക്കിയത് എങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലേ ചിലപ്പോ എഴുന്നേക്കും. ഞാൻ പോയി കിടത്തിയിട്ട് വരാം. ഇത്ര ഇടുന്ന എണീറ്റ് വന്നു. സെക്കൻഡ് തന്നെ എഴുന്നേക്കും. എന്തൊക്കെയാ വാങ്ങി നോക്കിയേ. അമ്മ വാ അമ്മേ. കിടത്തുമ്പോഴത്തേക്ക് എണീറ്റു. അത് നന്നായി. അപ്പോഴത്തേക്ക് അവളുടെ അമ്മ എത്തിയല്ലോ. ശേഷം പാലൊക്കെ കുടിച്ച് ആളൊന്ന് ഫ്രഷ് ആവട്ടെ. എടുത്തേ കിടക്കാൻ ഇഷ്ടമല്ല ഭാവിക്ക്. ഇതിന് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. സോക്സ് വാങ്ങിയതാ കുഞ്ഞിന്. ആ നന്നായി മോളെ. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ നോക്ക്. ഇത് ഭാവിക്ക് നോക്കമ്മേ. എനിക്ക് ചുരിദാറാ. എന്തിനാ മോളെ? ശമ്പളം കിട്ടും ഇങ്ങനെ എനിക്ക് ഓരോന്നോരോന്ന് വാങ്ങിട്ട് വരുന്നത്. അമ്മയ്ക്ക് ഇരുന്നോട്ടെ അമ്മ, ആവശ്യമില്ല ഇതൊക്കെ. കല്യാണത്തിന് മുൻപ് ശ്രുതിമോള് ഇങ്ങനെ തന്നെയാ. ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്തെങ്കിലും ഓരോന്ന് വാങ്ങിക്കൊണ്ട് വരും. പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ ഇപ്പൊ അവളായി അവളുടെ പാടായ തിരക്കും കാര്യങ്ങളായി. ഇപ്പൊ അതുപോലെയാ എനിക്ക് തോന്നുന്നത് മോളിങ്ങനെയൊക്കെ ചെയ്യുമ്പോ. അവളെ കല്യാണം കഴിച്ചിട്ട് എത്രയും ദൂരം വിട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാണാനും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ മോള് വന്നപ്പോ എനിക്ക് ആ വിഷമം അങ്ങ് തീർന്നു പോയി. നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെയാ. എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്നു. എനിക്ക് അവിടുത്തെ അമ്മ ഇവിടുത്തെ അമ്മയൊക്കെ ഒരു വ്യത്യാസം. ഞാൻ വരാം. നോക്കട്ടെ അമ്മയ്ക്ക് വേണ്ടിട്ട് മരുമോൾ എന്തൊക്കെയാ വാങ്ങിയത്?